സർ, ആഭ്യന്തര കലാപം മൂലം അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ആ രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന് പാകിസ്ഥാൻ ആതിഥേയത്വം വഹിച്ചത്. പക്ഷേ സാധാരണ ചാമ്പ്യൻഷിപ്പിൽ എന്താണോ പാകിസ്ഥാൻ കാണിക്കുന്നത് അതുപോലെ തന്നെ പ്രാഥമിക ഘട്ടത്തിൽ ന്യൂസിലൻഡിൻ്റെ അടുത്തും ഇന്ത്യയുടെ അടുത്തും പരാജയപ്പെട്ടു, അവർ പുറത്തായി. അപ്പോൾ അവരെ ഒന്നിപ്പിക്കാനുള്ള ആ ശ്രമം പരാജയപ്പെട്ടു. 1996 ഇന്ത്യക്കൊപ്പം വേൾഡ് കപ്പിൽ ആതിഥേയത്വം വഹിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 2.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഇങ്ങനെ ഒരു ICC ചാമ്പ്യൻഷിപ്പിൽ അവർ ആതിഥേയത്വം വഹിക്കുന്നത്. അപ്പോൾ ആ രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കാനുള്ള അവസാനത്തെ ശ്രമവും പരാജയപ്പെട്ടു. എന്തുകൊണ്ടാണ് ഈ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ഇങ്ങനെ തകർന്ന് തരിപ്പണമാകുന്നത്? മിക്കവാറും ഈ ചാമ്പ്യൻസ് ട്രോഫി കഴിയുമ്പോഴേക്കും പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് ക്രിക്കറ്റിനോട് തന്നെ ഒരു അവേർഷൻ, ഒരു വെറുപ്പ് അല്ലെങ്കിൽ ഒരു മനസ്സിൽ പിടിക്കായിക ഒരു പക്ഷേ വന്നേക്കാം. അതാണിപ്പോൾ പാകിസ്ഥാനി ക്രിക്കറ്റിൻ്റെ ഒരു അവസ്ഥ. 1996 ഈ പാകിസ്ഥാൻ ഒരു വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഹോസ്റ്റ് ചെയ്തായിരുന്നു. അതായത് ഇന്ത്യ ഉണ്ടായിരുന്നു, പാകിസ്ഥാൻ ഉണ്ടായിരുന്നു, ശ്രീലങ്ക ഉണ്ടായിരുന്നു. 3 കൂട്ടരും കൂടിയാണ് അത് ഹോസ്റ്റ് ചെയ്തത്. അപ്പോൾ അന്നത്തെ കഴിഞ്ഞപ്പോൾ ഒരു 29 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു മേജർ ടൂർണമെൻറ്റ് ഇപ്പോൾ പാകിസ്ഥാൻ അത് ഹോസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ദിവസത്തിനകം ഹോസ്റ്റ് കൺട്രി പാകിസ്ഥാൻ ഔട്ടായിപ്പോയി. 4 ദിവസം എടുത്തോളൂ. സാധാരണ ഹോസ്റ്റ് കൺട്രിയൊക്കെ സെമി ഫൈനലോ മറ്റുള്ള സ്റ്റേജിലൊക്കെ വെച്ച് പോകാറുണ്ട്. തുടക്കത്തിൽ തന്നെ 4 ദിവസത്തിനകം പാകിസ്ഥാൻ ഔട്ടാണ്. ഇനി ഒന്നും ചെയ്യാനില്ല പാകിസ്ഥാൻ എന്നുള്ള അവസ്ഥ വന്നു. അപ്പോൾ ന്യൂസിലൻഡിനോട് 60 റൺസിന് തോറ്റു. ഇന്ത്യയോട് 6 വിക്കറ്റിന് തോറ്റു. അങ്ങനെ ഡൗൺ ആൻഡ് ഔട്ട്. അതാണ് ഇപ്പോഴത്തെ പാകിസ്ഥാൻ്റെ അവസ്ഥ. വാസ്തവത്തിൽ ഇതേപോലെ പാകിസ്ഥാൻ നാണം കെട്ടിരിക്കുന്നത് 2009 അത് നോട്ട് ഫോർ ക്രിക്കറ്റിംഗ് റീസൺസ്. അവർ അവിടെ ലാഹോറിലെ ഗദ്ദാഫി സ്റ്റേഡിയത്തിൽ നിന്നും ശ്രീലങ്കൻ ടീം തിരിച്ചു പോരുമായിരുന്നു. ആ സമയത്ത് ലഷ്കർ എ ജംഗ്വി എന്ന് പറഞ്ഞിട്ടൊരു സംഘടന, ഭീകര സംഘടന, കുറേ പേര് നിന്ന് നിരനിരയായിട്ട് നിന്ന് ഫയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് തടുക്കാൻ ശ്രമിച്ച 6 പോലീസുകാരും മരിച്ചു, 1 സിവിലിയനും മരിച്ചു. അതോടുകൂടി ജനങ്ങൾ പാകിസ്ഥാനിലേക്ക് കളിക്കാൻ പോകുന്നത് തന്നെ നിർത്തി, മറ്റു ടീമുകൾ. അപ്പോൾ ഇന്ത്യ ആണെങ്കിൽ പിന്നെ ഒട്ടും പോകുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെയായി. അപ്പോൾ ഇപ്പോൾ ഒരു പുനർജീവൻ കിട്ടുന്ന ഒരു അവസ്ഥയിലെത്തി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ആകെ നാണക്കേടായിപ്പോയി. ഇപ്പോൾ 4 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ഇവർ ഔട്ടായി. മാത്രമല്ല, ചിലരൊക്കെ കളി തോക്കുന്ന കാണുമ്പോൾ സുല്ലു പറഞ്ഞു പോകും. ഇതിപ്പോൾ സുല്ലു പറഞ്ഞു പോകാനും പറ്റില്ല. സ്വന്തം രാജ്യത്ത് നടക്കാണ്. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിട്ടായിരിക്കും ആൾക്കാർ അത് നോക്കിയിരിക്കുന്നത്. കാരണം അവർക്കൊന്നും പ്രതീക്ഷിക്കാനില്ല. അതേസമയം ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ദേ ആർ സിറ്റിംഗ് പ്രറ്റി. അവർക്ക് ഒരു പ്രശ്നമില്ല. 2 കളി കളിച്ചു, 2ലും ജയിച്ചു. മാത്രമല്ല, എല്ലാ രാജ്യത്തെയും നേതാക്കന്മാർ ട്രംപിനെ കാണാൻ പോകുന്നോണം. എല്ലാ രാജ്യക്കാരും ഇന്ത്യയെ കാണണമെങ്കിൽ ഇന്ത്യയുടെ സൗകര്യത്തിന് ദുബായിലേക്ക് പോകണം. ഇന്ത്യക്ക് ഹോട്ടൽ മാറണ്ട, റൂം മാറണ്ട, ഗ്രൗണ്ട് മാറണ്ട, എല്ലാം നേരത്തെ അറിയാം, കൃത്യമായിട്ടിരിക്കുകയാണ്. ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇന്ത്യയുടെ അടുത്തേക്ക് ചെല്ലണം എന്നുള്ള അവസ്ഥ വന്നു. അപ്പോൾ ഇന്ത്യ ഈസ് ഇൻ എ വെരി അഡ്വാൻറ്റേജസ് പൊസിഷൻ. അതേസമയം പാകിസ്ഥാൻ്റെ ആണെങ്കിൽ ഇതിലും മോശമാകാനുള്ള യാതൊന്നും സംഭവിക്കുക, അത്രയ്ക്ക് മോശമായിപ്പോയി എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ അവസ്ഥ. എന്നാൽ ഈ കളി എങ്ങനെ ഇപ്പോൾ ഇതെങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച് പോകാമെന്ന് വെച്ചാൽ പോകാനും പറ്റില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. ഇനി അങ്ങനെ ഇന്ത്യക്ക് ഇത് കപ്പ് കിട്ടുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ ദുഃഖം അത് അണപൊട്ടി ഒഴുകുന്ന ഒരു അവസ്ഥയുണ്ടാവും. പക്ഷേ അതിൽ ട്രാജഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാലത്ത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ടീമായിരുന്നു. 1992 ഇമ്രാൻഖാൻ്റെ നേതൃത്വത്തിൽ വേൾഡ് കപ്പ് നേടി, പിന്നീട് ചാമ്പ്യൻസ് ട്രോഫി നേടി. അങ്ങനെ മാത്രമല്ല, അവരുടെ ഇൻഡിവിജ്വൽ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഇമ്രാൻഖാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് പേടിയായിരുന്നു. അതേപോലെ വസീം അക്രമിൻ്റെ ഒരു പ്രാവശ്യം എറിഞ്ഞിട്ട് ബോള് ശ്രീകാന്തിൻ്റെ മുഖത്ത് കൊണ്ടിട്ട് ചോരയൊക്കെ വരാൻ തുടങ്ങി. അതിനുശേഷം വസീം അക്രം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ്. അതേപോലെ ഷോയബ് അക്തർ, പിന്നെ ജാവദ് മിയൻ്റെ അതാണെങ്കിൽ ലാസ്റ്റ് ബോൾ 6 അടിച്ച് ഷാർജയിൽ വിജയിച്ചതൊക്കെ. അങ്ങനത്തെ ഒരുപാട് ഗ്ലോറിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പാകിസ്ഥാൻ ഓർക്കാനും ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ദേ ആർ അറ്റ് ദി റോക്ക് ബോട്ടം. ഇപ്പോൾ ആകെ ഇനി ഇതിലും മോശമാകാനില്ല എന്നുള്ളൊരവസ്ഥയിലാണ് ഇപ്പോൾ അവർ നിലകൊള്ളുന്നത്. പിന്നെ നമ്മൾക്ക് വേണമെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലുള്ള അവരുടെ പെർഫോമൻസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ അതായത് ടെസ്റ്റിൻ്റെ വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ നാളായിട്ട് ഈ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ അവിടെ പാകിസ്ഥാൻ 7 അയലത്ത് പോലും ഇല്ല, ഒരിടത്തും അവരില്ല. ഓൾമോസ്റ്റ് ഏറ്റവും മോശം ടീമായിട്ടാണ് ഇപ്പോൾ അവർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ 4 വേൾഡ് കപ്സിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും സെമിയിലേക്ക് കയറാനായിട്ട് പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. പിന്നെ അതും കൂടാതെ ഇന്ത്യ ചാമ്പ്യൻസ് ആയപ്പോൾ അവസാനത്തെ T20 വേൾഡ് കപ്പ് ഉണ്ടായിരുന്നു. അതിൽ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായിപ്പോയി പാകിസ്ഥാൻ.
പിന്നെ കഴിഞ്ഞ 10 വർഷത്തെ ഈ ഏകദിനങ്ങളുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ 10 കളികൾ നടന്നതിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഒരേ ഒരു മാച്ച് മാത്രമേ പാകിസ്ഥാന് ഇന്ത്യക്കെതിരെ ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ പാകിസ്ഥാൻ്റെ അവസ്ഥ വളരെ മോശമായി നിൽക്കുകയാണെന്ന് വേണം പറയാനായിട്ട്. സാർ, ഈ പാകിസ്ഥാനിലെ ക്രിക്കറ്റ് താരങ്ങൾ അത്ര മോശമൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ നമുക്കറിയാം വസീം അക്രമും വക്കാർ യൂനിസും ഒക്കെ പേസ് ബൗളിങ്ങിനെ അടക്കി ഭരിച്ചിരുന്ന കാലത്താണ് സച്ചിൻ തെണ്ടുൽക്കർ എന്ന് പറയുന്ന 16 വയസ്സുകാരൻ ആദ്യമായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടെസ്റ്റ് ടീമിൽ എത്തുന്നത്. ഈ സച്ചിൻ തെണ്ടുൽക്കറുടെ തലയിലാണ്, അതായത് ഹെൽമെറ്റിലാണ് ആദ്യത്തെ പന്ത് കൊള്ളുന്നത്. പിന്നീട് സച്ചിൻ തെണ്ടുൽക്കർ തൊട്ടടുത്ത ബോളിൽ തന്നെ സ്ട്രൈറ്റ് ഡ്രൈവ് ഒക്കെ നടത്തി 4 ഒക്കെ അടിച്ചത് ചരിത്രമാണ്. അപ്പോൾ അത്തരത്തിലുള്ള മികച്ച താരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ റാവൽപിണ്ടി എക്സ്പ്രസ് എന്ന് പറഞ്ഞ് ഷോയിബ് അക്തർ എന്ന് പറയുന്ന ഒരു താരം ലോകത്തെ ഞെട്ടിച്ച ബൗളർ തന്നെയായിരുന്നു. അങ്ങനെ മികച്ച താരങ്ങളെ എക്കാലം അവർ സംഭാവന ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൊയിൻ ഖാൻ കീപ്പിങ്ങിൽ ലോകത്ത് തന്നെ മികച്ച നിലവാരം പുലർത്തിയ. അടുത്ത തലമുറയിലേക്ക് വന്നു കഴിയുമ്പോൾ ഷഹീദ് അഫ്രീദി. ഈ ഷഹീദ് അഫ്രീദിയുടെ റെക്കോർഡുകൾ ഇപ്പോഴും ഭേദിക്കപ്പെട്ടിട്ടില്ല, അയാൾ അടിക്കുന്ന 6-ൻ്റെ ഒക്കെ കാലത്ത്. അതിനുശേഷം പുതിയ തലമുറയിലേക്ക് വന്നത് ഇപ്പം ഷഹീൻ അഫ്രീദി എന്ന് പറയുന്ന ഒരു പേസ് ബോളർ വന്നു. അയാൾക്കൊപ്പം തന്നെയാണ് ശുഭ്മാൻ ഗിൽ എന്ന് പറയുന്ന ഒരു താരം അണ്ടർ 19 കളിച്ചിട്ടാണ് ഇവർ ദേശീയ ടീമിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ശുഭ്മാൻ ഗില്ല് ഓരോ കളിയിലും മെച്ചപ്പെട്ട് അയാൾ വളരെ വിനയത്തോടെ കളിച്ച് അച്ചടക്കത്തോടെ വന്നു. പക്ഷേ ഈ ഷഹീൻ അഫ്രീദി എന്ന് പറയുന്ന പേസ് ബോളർ വളരെ അച്ചടക്കമില്ലാതെ പാകിസ്ഥാന് വേണ്ടി കളിച്ചു. ആദ്യത്തെ കളിയിലൊക്കെ ഇഷ്ടംപോലെ വിക്കറ്റ് വെക്കുന്നതിന് ഇപ്പോൾ അയാളെ ചറ എടുത്തിട്ട് അടിക്കുകയാണ്. മാത്രമല്ല, ഇയാൾക്ക് കുറച്ച് പ്രിവിലേജ് കിട്ടിയപ്പം ഇയാൾ അവിടുത്തെ പൊളിറ്റിക്സിൽ വരെ ഇടപെടാൻ തുടങ്ങി. അപ്പോൾ പാകിസ്ഥാനിലെ പൊളിറ്റിക്സിൽ ഇടപെടുക എന്ന് പറയുന്ന ഒരു താരത്തിൻ്റെ കരിയർ പോലും ഇല്ലാതാക്കുന്നത്. അപ്പോൾ ആ രാജ്യം ക്രിക്കറ്റിനെ എങ്ങനെ സ്നേഹിച്ചോ, എന്നാൽ ആ താരങ്ങൾ അവിടെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യക്കെതിരെ കളിക്കുമ്പോഴാണ് ഇന്നും പാകിസ്ഥാൻ പരാജയപ്പെടുന്നത്. ഇപ്പം 2020 ലോകകപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്ന ചാമ്പ്യൻഷിപ്പ് ഉണ്ട്. അന്ന് ഇന്ത്യയുടെ അടുത്ത് പാകിസ്ഥാൻ തോറ്റുപോയിരുന്നു. അന്ന് തോറ്റുപോയത് മിസ്ബാ ഉൾ ഹക്ക് എന്ന് പറയുന്ന അവരുടെ മികച്ച താരം. അയാൾ അനാവശ്യമായൊരു ഷോട്ടിന് ശ്രമിച്ച് ശ്രീശാന്ത് ആ പന്ത് പിടിച്ചുകൊണ്ടാണ്. അതോടുകൂടി പാകിസ്ഥാൻ ലോക ക്രിക്കറ്റിൽ നിന്ന് തന്നെ പിന്നോക്കം പോകുന്ന അവസ്ഥയാണ്. ഇന്ത്യയെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. പണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റ് കളിച്ചാൽ വേൾഡ് കപ്പ് ക്രിക്കറ്റിലെ എൽ ക്ലാസിക്കോ എന്നാണ് പറയുന്നത്. ആ എൽ ക്ലാസിക്കോയിൽ 10 മത്സരങ്ങൾ വേൾഡ് കപ്പിൽ ഇന്ത്യയിൽ ഒരു തവണ മാത്രം ജയിക്കാൻ കഴിഞ്ഞു. 8 അടുത്ത് ഇന്ത്യ ജയിച്ചു, ഒരെണ്ണം റിസൾട്ട് ഇല്ലാതെ പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പാകിസ്ഥാൻ ഇനി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇനി അവർക്ക് അവശേഷിക്കുന്ന ബാബർ അസം എന്ന് പറയുന്ന ഒരു ബാറ്റ്സ്മാൻ ഉണ്ട്. ഇനി മുഹമ്മദ് റിസ്വാൻ എന്ന് പറയുന്ന മറ്റൊരു കീപ്പർ ബാബർ അസം കളി മതിയാക്കാൻ പറഞ്ഞു. ഇനി ഈ ഒരു തലമുറയുടെ കഴിഞ്ഞാൽ പിന്നെ ആരുണ്ടെന്ന് പോലും അവർക്ക് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം നമ്മൾ കാണിക്കുന്ന മര്യാദ പോലും ക്രിക്കറ്റിൽ അവർ കാണിക്കുന്നില്ല. ഒരു ജെന്റിൽമാൻ ഗെയിം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇംഗ്ലണ്ട് കൊണ്ടുവന്നു. പിന്നീട് ലോകം മുഴുവൻ അങ്ങനെ അതിനെ പിന്തുടർന്ന് പോയതാണ്. പക്ഷേ പാകിസ്ഥാൻ അങ്ങനെ ഒരു മര്യാദ ഇല്ലായിരുന്നു. ഇന്ത്യയുടെ അടുത്ത് വളരെ മോശമായിട്ടാണ്. മിയാൻദാദൊക്കെ പണ്ട് കിരൺ മോറയൊക്കെ കളിയാക്കിയത് ചരിത്രമാണ്. അപ്പോൾ അത്തരത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പാകിസ്ഥാൻ ഇനി എന്തിനാണ് 92-ൽ ഈ ബെൻസൻ ആൻഡ് ഹെഡ്ജസ് കപ്പായിരുന്നു തോന്നുന്നു അന്നത്തെ. ആ ടൂർണമെൻറ്റിൽ ഇമ്രാൻഖാനാണ് അവർക്ക് ട്രോഫി നേടിക്കൊടുത്തത്. ആ ഇമ്രാൻഖാൻ പിന്നീട് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി പദത്തിലെത്തി. ഒടുവിൽ അദ്ദേഹം ജയിലിലേക്ക് പോയി. അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോലും അവർക്ക് കഴിയുന്നില്ല. അപ്പോൾ ഒരുപാട് മികച്ച താരങ്ങളെ സംഭാവന ചെയ്ത ആ രാജ്യത്തെ ഒന്നിപ്പിച്ച് നിർത്തിയ ഏക കായിക വിനോദം എന്ന് പറയുന്നത് ക്രിക്കറ്റാണ്. ആ ക്രിക്കറ്റിലൂടെ ഏതാണ്ട് അസ്തമിച്ച് പോകുന്ന അവസ്ഥയിലേക്കല്ലേ ക്രിക്കറ്റ് ഒരു കാലത്ത് അവരെ ഒരുമിപ്പിച്ച് നിർത്തിയത് ഹോക്കിയാണ്. ഒരു കാലത്ത് അതായത് 1928 തൊട്ട് 1960ലേക്ക് പോകുമ്പോൾ അതുവരെയുള്ള എല്ലാ ഒളിമ്പിക് ഗോൾഡ് മെഡലും ഇന്ത്യക്കായിരുന്നു. 1960 ഫൈനലിൽ വന്ന് ഇന്ത്യനെ തോപ്പിച്ചു പാകിസ്ഥാൻ. അതിനുശേഷം ഇന്ത്യക്ക് ഈ പാകിസ്ഥാനെ നേരിടാൻ വലിയ പ്രയാസമായിരുന്നു. അതേപോലെ തന്നെ ക്രിക്കറ്റിൽ ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഇന്ത്യ നേരിടുമ്പോഴാണ് പാകിസ്ഥാന് പ്രശ്നമെന്ന്. അതിപ്പോഴത്തെ അവസ്ഥ. പക്ഷെ ഒരു സമയം ഉണ്ടായിരുന്നു, പാകിസ്ഥാൻ വന്നു കഴിഞ്ഞാൽ ബാക്കി ഇംഗ്ലണ്ടിനെ തോപ്പിക്കുക, ഓസ്ട്രേലിയ തോപ്പിക്കുക, ആരെ തോപ്പിച്ചു കഴിഞ്ഞാലും ഈ പാകിസ്ഥാൻ വന്നു കഴിയുമ്പോൾ കളി മറന്നുപോകും. പിന്നെ നെർവസ് ആകും, ഡിസ്കറേജ്ഡ് ആവും. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഷാർജയിൽ ഫൈനൽ കളിക്കുമ്പോഴാണ്. ലാസ്റ്റ് ബോളിൽ മിയൻദാദ് ചേതൻ ശർമ്മനെ അദ്ദേഹത്തിൻ്റെ ഫുൾ ടോസ് അടിച്ച് എങ്ങോട്ടോ വിട്ട് 6 റൺസ് അതിൽ അവർ ജയിക്കുകയും ചെയ്തു. ഈ പാകിസ്ഥാനിൽ ആരൊരാൾ മിയൻദാദിന് ഒരൊറ്റ ഷോട്ടിന്റെ പേരിൽ ഒരു ബെൻസ് കാർ സമ്മാനം കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഈ ഷോട്ട് കണ്ടിട്ട് ഈ കളി കണ്ടുകൊണ്ടിരുന്ന TV-യിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു ഇന്ത്യൻ അയാൾ അപ്പം തന്നെ വീണ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. അത്രയൊക്കെ ടെൻഷനിലാണ് കളി. എൽ ക്ലാസിക്കോ എന്ന് പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ അങ്ങനെ ശരിയത് അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ മിയൻദാദിൻ്റെ 6 കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴും ഇന്ത്യക്ക് അവരായിട്ട് കളിക്കാൻ പോകുമ്പോൾ ഒരു പേടിയായിരുന്നു. ഇപ്പോൾ അത് നേരെ തിരിച്ചായിപ്പോയി.
ഇപ്പോൾ വിരാട് കോഹ്ലി എന്ന് പറയുന്നത് ഭയങ്കര ഫോം ഔട്ടായി നിൽക്കുന്ന ബാറ്റ്സ്മാനാണ്. പക്ഷേ എക്കാലത്തും പാകിസ്ഥാൻ്റെ പേടി സ്വപ്നം വിരാട് കോഹ്ലിയാണ്. അയാൾ ക്രീസ് ചെയ്യുന്ന അവർക്ക് പന്തെറിയാൻ പറ്റത്തില്ല. ഇത്തവണ സ്ട്രൈക്ക് റേറ്റ് പോലും പിന്നിലായിരുന്നെങ്കിലും പിന്നീട് കുതിച്ച് കയറിയിട്ട് വിരാട് കോഹ്ലി അവർക്കെതിരെ സെഞ്ചുറി നേടി. ഈ 6 തലമുറയിലെ ബൗളർമാർ ഇപ്പം ഈ വിരാട് കോഹ്ലിക്കെതിരെ പന്തെറിച്ചു. കാരണം വിരാട് കോഹ്ലിക്ക് 37 വയസ്സുണ്ട്. 6 തലമുറയിലെ ബൗളർമാർക്ക് ഇപ്പോഴും ഇയാളെ പുറത്താക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഇയാളുടെ ഒരു വീക്ക്നെസ് കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പം ചില താരങ്ങൾ അവരുടെ പേടി സ്വപ്നമായിട്ട് ഇന്ന് നിലകൊള്ളുന്നു എന്ന് പറയുന്നത്. ഈ വിരാട് കോഹ്ലിനെ അവർക്ക് ഭയങ്കര പേടിയാണ്. ഇപ്പോൾ വിരാട് കോഹ്ലി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം അത്ര അങ്ങനെ ഒരു സിൻഡിലേറ്റിംഗ് ഫോം എന്നൊന്നും പറയാനില്ല. പക്ഷേ പാകിസ്ഥാൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇതിന് മുമ്പും ഏതൊരു കളിയിൽ ഇമ്പോസിബിൾ കണ്ടീഷൻസിൽ ജയിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം ഈ തവണയും സെഞ്ചുറി അടിക്കുന്ന ആരും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ പാകിസ്ഥാൻ വിചാരിച്ചിരുന്ന എല്ലാം വൈഡറിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല, കളി ജയിച്ചോട്ടെ, സെഞ്ചുറി അടിക്കാതിരുന്നാൽ മതി. പക്ഷെ എങ്ങനെയോ സെഞ്ചുറി. അതെ, 96 റൺസ് നേടിയപ്പോൾ ഇന്ത്യക്ക് ജയിക്കാൻ 2 റൺസ് മതി. എന്നിട്ട് ആ ബോളിൽ ബൗണ്ടറി നേടിക്കൊണ്ടാണ് സെഞ്ചുറി നേടി ഇന്ത്യ ജയിച്ചത്. അപ്പോൾ ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഈ കാര്യങ്ങൾ, ഈ അവരുടെ ഈ സെലക്ഷൻ കമ്മിറ്റിയുടെ പെരുമാറ്റവും പിന്നെ പൊളിറ്റിക്കൽ കൺട്രോള്, ഫേവറേറ്റിസം, ഇതെല്ലാം കൂടി ആകെ കുഴഞ്ഞ്, കളിക്കാരാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് പൊളിറ്റിക്സിലേക്ക് പോകും. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്, ഈ മാച്ച് ഫിക്സിൻ്റെ ഇങ്ങനത്തെ കാലഘട്ടത്തിൽ എല്ലാ പണികൾക്കും ഒരു നടന്നു. അതുകൊണ്ട് ആ പേട്രിയോട്ടിസം കുറച്ച് വേണം, അതൊക്കെ പോയി. ഇപ്പോൾ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഇട്ട് തട്ടാവുന്ന ഒരു, കാരണം ശരിക്കും അവർക്ക് പണമില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ പണം അറിയുന്ന ടൂർണമെൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നടക്കുന്ന IPL ആണ്. ഈ IPL ഒരു ടീമും ഇന്ത്യയിൽ പാകിസ്ഥാനിൽ ഒരു കളിക്കാരെയും വാങ്ങാൻ പാടില്ല എന്ന് നമ്മളൊരു നിലപാടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് അങ്ങനെയുള്ള കളികളിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മികച്ച യുവതാരങ്ങളെ വളർത്തിയെടുക്കാനും കഴിയുന്നില്ല. അപ്പോൾ അവരെ ഒന്നിപ്പിച്ച് നിർത്തുന്ന അവസാനത്തെ ഒരു ഗെയിം എന്ന് പറയുന്നത് ക്രിക്കറ്റും ഇല്ലാതാകുന്നതോടെ IPL വരാൻ പറ്റാത്തതിൻ്റെ ക്ഷീണം മാറ്റാൻ പാകിസ്ഥാൻ സൂപ്പർ ലീഗ് നടത്തിയത്. അതെ അതെ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും പറയണത് ഈ പാകിസ്ഥാൻ സൂപ്പർ ലീഗ് നോക്കാതെ അവിടുത്തെ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കുന്ന പിള്ളേരിൽ നിന്നും പുതിയതായിട്ട് തലമുറയെ വാർത്തെടുക്കാനാണ് അവിടെ പറയുന്നത്. അതായത് നിലവിലെ നാഷണൽ ടീമിലേക്ക് ഈ PSL കളിക്കുന്ന അംഗങ്ങളെയാണ്, അല്ല അതിലെ പെർഫോമൻസ് വെച്ച് എടുക്കുന്നത്. അതായത് 2020 ടൂർണമെൻറ്റും പ്രാദേശിക മത്സരം എന്ന് പറഞ്ഞാൽ ഒരു ലോങ് അല്ലേ, ഒരു 50 ഓവേഴ്സ് അല്ലെങ്കിൽ ടെസ്റ്റ് ക്രിക്കറ്റ് അങ്ങനെയുള്ളതൊന്നും ഇല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, രാഷ്ട്രീയ ഇടപെടൽ അവിടുത്തെ ക്രിക്കറ്റ് സെലക്ഷൻ കമ്മിറ്റിയെ നന്നായി സ്വാധീനിക്കുന്നുണ്ട്. നശിച്ചു. അതെ, അങ്ങനെ പാകിസ്ഥാനിൽ ക്രിക്കറ്റ് നശിച്ചു എന്ന് തന്നെ പറയാം അല്ലേ. അതിനൊരു കാരണം ഇന്ത്യയായി മാറുകയും ചെയ്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.